ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. CSEB പുതിയ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ജൂലൈ 31 ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ജൂലൈ 31 വരെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും നടക്കുന്നത്. നിങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടും എക്സാമിന് വേണ്ടി. അതിനുശേഷം ഓഗസ്റ്റ് 1 മുതൽ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ KS കാർഡ് ബാങ്ക്, പിന്നെ കേരള ബാങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ പുതിയ എന്നീ തസ്തികകൾക്കുള്ള PSC എക്സാമിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളും ഈ ക്ലാസ്സിൽ ലഭ്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഈ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യേണ്ടവർ ആ രീതിയിലും, അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, GK ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ലഭ്യമാണ്. എങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ കേസ് ഓഫ് എ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ the banker customer relationship is. ഒരു സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ, ആ ഒരു കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്? ഒരുപാട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓപ്ഷൻ ബെയ്ലി ബെയ്ലർ, സെക്കൻഡ് ഓപ്ഷൻ ബെയ്ലർ ബെയ്ലി, തേർഡ് ഓപ്ഷൻ ലെസ്സർ ലെസ്സി, ഫോർത്ത് ഓപ്ഷൻ ലെസ്സി ലെസ്സർ. സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ, ആ ഒരു സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ ലോക്കർ എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഇവിടെ എക്സാമിന് ഒന്ന് കറപ്പിക്കുന്നതിന് മുമ്പേ ഒന്ന് ശ്രദ്ധിക്കുക, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. ഇവിടെ ബാങ്കർ എന്നുള്ളത് ലെസ്സറാണ്, കസ്റ്റമർ എന്നുള്ളത് ലെസ്സിയാണ്. ലെസ്സർ ആരാണെന്ന് നമുക്കറിയാം. അവരുടെ കുറച്ച് സ്ഥലം നമുക്ക് പാട്ടത്തിന് തരുന്ന ആൾക്കാരാണ്, ലീസിന് തരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ലെസ്സർ എന്നുള്ളത് ബാങ്കും ലെസ്സി എന്നുള്ളത് കസ്റ്റമറുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ എ മോർട്ട്ഗേജ് ഈസ്. ഒരു മോർട്ട്ഗേജിൻ്റെ, ഒരു പണയ വസ്തുവിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് മാക്സിമം എത്രയാണ്? ഓപ്ഷൻ എ 3 years, ഓപ്ഷൻ ബി 12 years, ഓപ്ഷൻ സി 15 years, ഓപ്ഷൻ ഡി 30 years. ആൻസർ 12 years. ലിമിറ്റേഷൻ പീരീഡ് ഓഫ് എ മോർട്ട്ഗേജ് 12 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിൽ ഡെത്ത് മീൻസ്. സിവിൽ ഡെത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ദ പാർട്ടി ഈസ് ആബ്സെൻറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 7 years ആൻഡ് വെയറബൌട്ട്സ് ആർ നോട്ട് നോൺ. ഒരു വ്യക്തിയെക്കുറിച്ച് 7 വർഷത്തോളം അറിവില്ലാതിരിക്കുകയും ആ വ്യക്തി എവിടാണെന്ന് അറിയാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ വെയറബൌട്ട്സ്, അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നമുക്ക് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണോ? ഓപ്ഷൻ ബി, എ പേഴ്സൺ ഈസ് ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെൻറ്റ്. ഒരു വ്യക്തിയെ ഇൻസോൾവെൻ്റായിട്ട് പ്രഖ്യാപിച്ചാൽ സിവിൽ ഡെത്ത് എന്ന് പറയാൻ പറ്റുമോ? ഓപ്ഷൻ സി, എ പേഴ്സൺ ഹാസ് ബിക്കം ഇൻസെയിൻ. ഒരു വ്യക്തിക്ക് അൺസൗണ്ട് മൈൻഡാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സിവിൽ ഡെത്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? ലാസ്റ്റ് ഓപ്ഷൻ, ഓൾ ഓഫ് ദി അബോവ്. സിവിൽ ഡെത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പാർട്ടി ഈസ് ആബ്സെൻറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 7 years ആൻഡ് വെയറബൌട്ട്സ് ആർ നോട്ട് നോൺ. 7 വർഷം ഒരാൾ ആബ്സെൻ്റ് ആയിരിക്കുകയും അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്
സിവിൽ ഡെത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ. ബാങ്കിങ് എന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആക്റ്റിലാണ്? ഓപ്ഷൻ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ഓപ്ഷൻ ബി ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഓപ്ഷൻ സി കോൺട്രാക്റ്റ് ആക്ട്, ഓപ്ഷൻ ഡി RBI ആക്ട്. സംശയമൊന്നുമില്ല, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനകത്താണ് ബാങ്കിങ് എന്ന പദം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ബാങ്കിങ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെഗുലേറ്റ്സ് ദ മണി സർക്കുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പണത്തിൻ്റെ സർക്കുലേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ഫിനാൻസ് മിനിസ്ട്രി, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇന്ത്യയിലെ പണത്തിൻ്റെ നിയന്ത്രകൻ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1 ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കായി നിലവിൽ വന്ന RBI ആണ് ഇന്ത്യൻ മണി സർക്കുലേഷൻ്റെ റെഗുലേഷൻ നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. എ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇങ്ങനെയുള്ള ചെക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ ബി ഡ്യൂലി ഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ സി ആൻറ്റി ഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഈ ചെക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം 2012 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ചെക്കിൻ്റെ കാലാവധി 3 മാസമാണ്. 3 മാസം. അങ്ങനെ കാലാവധിയാക്കിയത് 2012 ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അങ്ങനത്തെ അറിയപ്പെടുന്ന ചെക്കാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ആൻസർ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെഷ്യൽ ക്രോസിംഗ്. നമുക്കറിയാം അക്കൗണ്ട് പേ ക്രോസിംഗ് ഉണ്ട്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്, ജനറൽ ക്രോസിംഗ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണമാണ് ജനറൽ ക്രോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ്. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ എ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ, ഓപ്ഷൻ ബി നെയിം ഓഫ് എ ബാങ്കർ, ഓപ്ഷൻ സി നോട്ട് നെഗോഷ്യബിൾ, ഓപ്ഷൻ ഡി നോട്ട് ട്രാൻസ്ഫറബിൾ. ഒരു സ്പെഷ്യൽ ക്രോസിംഗിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് നെയിം ഓഫ് എ ബാങ്കർ. നെയിം ഓഫ് എ ബാങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യൻ. ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യൻ. ഫോറിൻ ബാങ്ക്സ് ഇന്ത്യയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ നോസ്ട്രോ അക്കൗണ്ട്, ഓപ്ഷൻ ബി ലോറോ അക്കൗണ്ട്, ഓപ്ഷൻ സി NR ഓർഡിനറി അക്കൗണ്ട്, ഓപ്ഷൻ ഡി വോസ്ട്രോ അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ ഡി വോസ്ട്രോ അക്കൗണ്ട്. നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ബാങ്കിങ്ങിൻ്റെ ഭാഗം തന്നെയാണിത്. എക്സാമിന് മുൻപായിട്ട് മാക്സിമം ക്ലാസ്സുകൾ നമുക്ക് ഉൾപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യൻ. ആൻസർ വോസ്ട്രോ അക്കൗണ്ട്. വോസ്ട്രോ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്സ്? താഴെ പറയുന്നവയിൽ ഏതാണ് സ്റ്റോക്കിൻ്റെ ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ സമയത്ത് ഉൾപ്പെടുത്താത്തത്? ഓപ്ഷൻ എ ക്യാഷ്, ഓപ്ഷൻ ബി പ്ലഡ്ജ് ജുവൽസ്, ഓപ്ഷൻ സി ഫർണിച്ചർ, ഓപ്ഷൻ ഡി ലാൻഡ്. ആൻസർ ഓപ്ഷൻ ഡി ലാൻഡ് ആണ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഈ സമയത്ത് ഉൾപ്പെടുത്താത്ത ഒന്നാണ് ലാൻഡ്. അടുത്തത്
ആ ഒരു എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആ സമയത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇൻ വിച്ച് ഓഫ് ദ ബാങ്ക് ഡിഡ് ഫിനാൻഷ്യൽ ഫ്രോഡ് എറൗണ്ട് ഓഫ് 11,000 crores ഓഫ് റുപ്പീസ് ഒക്കേഡ് റീസെൻ്റ്ലി? ഏകദേശം 11,000 കോടിയുടെ 11,000 crores എന്താണ് തിരിമറി അല്ലെങ്കിൽ എന്താണ് ഒരു ചതിവ് പറ്റിയ ഒരാൾ കളിപ്പിച്ചുകൊണ്ട് ബാങ്കിൻ്റെ പൈസയൊക്കെ കളിപ്പിച്ചുകൊണ്ട് പോയ ഒരു സംഭവം നമ്മൾ ആ ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ വായിച്ചിരുന്നു. അപ്പം ഏതാണ് ആ ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നമുക്ക് നീരവ് മോദിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചതാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ആൻസർ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ്. ഒരു ബില്ല് സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് അതിന് അറിയപ്പെടുന്ന പേരെന്താണ്? അതായത് നമുക്കറിയാം ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് 3 പാർട്ടികളുണ്ടെന്നറിയാം. അങ്ങനെ ബില്ലൊരാൾ മേക്ക് ചെയ്തു, ആ ബില്ല് മറ്റേ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആ ബില്ലിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ബി ചെക്ക്, ഓപ്ഷൻ സി പ്രൊനോട്ട്, ഓപ്ഷൻ ഡി ബിൽ. എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ഡ്രാഫ്റ്റ്. ആൻസർ ഓപ്ഷൻ എ ഡ്രാഫ്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ എക്സ്പ്ലനേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ പരിഗണിച്ചുകൊണ്ട് ജൂലൈ 31 മുൻപ് മാക്സിമം ക്ലാസ്സുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്കൊരു ജോലി എന്നുള്ളതാണ് എൻ്റെയും സ്വപ്നം. തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ പരമാവധി ഉൾപ്പെടുത്തി നിങ്ങൾ വിജയത്തിലേക്ക് മുന്നേറുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.